സഹൃദയരെ, ശബരിമലയിൽ കല്ല്, തിരുപ്പതിയിലും ഗുരുവായൂരും കല്ല്. കല്ലിനെ പൂജിക്കുന്നവരെ, നിങ്ങൾ കൽപ്പണിക്കാരെ മറക്കരുത്. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു എന്നെല്ലാം നമ്മെ പാടിക്കേൽപ്പിച്ച വയലാറിൻ്റെ തൂലികയിൽ നിന്ന് വന്ന ഒരു അനശ്വര ഗാനമാണ് ഈരേഴ് 14 ലോകങ്ങൾക്ക് വന്നത്. ഇതിന് സംഗീത സംവിധാനം ചെയ്തിട്ടുള്ളത് മഹാനായ ബാബുരാജാണ്. 1928 മാർച്ച് 15 വയലാറ്റിൽ രാഘവപ്പറമ്പിൽ തറവാട്ടിൽ വെള്ളാരപ്പറമ്പിൽ കേരളവർമ്മയുടെയും ഭഗീരഥി തമ്പുരാട്ടിയുടെയും മകനായിട്ടാണ് വയലാർ ജനിച്ചത്. പ്രാഥമിക വിദ്യാഭ്യാസം ഒരു പ്രൈമറി സ്കൂളിലായിരുന്നു. അവിടെ ഒരു കേശവൻപിള്ള മാസ്റ്റർ ഉണ്ടായിരുന്നു. അയാൾ ഈ ബാലനെ എന്നും പിരാകുമായിരുന്നു. നീ എന്തിനാടാ ഇങ്ങോട്ട് കെട്ടിയെഴുത്തുകൊണ്ട് വരുന്നത്? നിനക്ക് മലയാളത്തിന് കഷ്ടിച്ച് ജയിക്കാൻ മാത്രം മാർക്ക്, കണക്കിനും ഭൂമിശാസ്ത്രത്തിനും സിവിക്സിനും ഒന്നും നിനക്ക് മാർക്കില്ല. നീ പോയി വേറെ വല്ല തൊഴിലും ഒക്കെ നോക്ക് എന്ന് പറഞ്ഞ് ഈ കുട്ടിയെ അധിക്ഷേപിച്ചിട്ടുണ്ട്. അങ്ങനെ 4 ക്ലാസ് അവിടെ പൂർത്തിയാക്കിയ ശേഷം രാമവർമ്മ പഠനം നിർത്തി. പക്ഷേ അമ്മാവൻ ഒരു ഗുരുകുല വിദ്യാഭ്യാസം ഏർപ്പെടുത്തി. ആ ഏർപ്പെടുത്തലിലൂടെ മലയാള ഭാഷയിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ വയലാറിന് കഴിഞ്ഞു. നമ്മുടെ മഹാകവികളും കുമാരനാശാനും എഴുത്തച്ഛനും എല്ലാം എഴുതി നന്നായിട്ട് പഠിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതിനുശേഷമുള്ള 5-6 വർഷങ്ങൾ വയലാറിൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമായിരുന്നു സംസ്കൃത പഠനം. അങ്ങനെ സംസ്കൃതം പഠിച്ച് വേദങ്ങളും ഉപനിഷത്തുകളും രാമായണവും മഹാഭാരതവും ഭാഗവതവും ഭഗവത്ഗീതയും എല്ലാം പഠിച്ചു. 22-ാമത്തെ വയസ്സിൽ ചന്ദ്രമതി തമ്പുരാട്ടിയെ വിവാഹം ചെയ്തു. വയലാറിന് ചന്ദ്രമതിയെ വലിയ ഇഷ്ടമായിരുന്നു. 6-7 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിനിടയിൽ അവൾക്ക് കുട്ടികളൊന്നും ഉണ്ടായില്ല. ഇതിൽ 2 പേര് ദുഃഖിച്ചു. ചന്ദ്രമതിയുടെയും വയലാറിൻ്റെ അമ്മയുടെയും നിർബന്ധപ്രകാരം ചന്ദ്രമതിയുടെ അനിയത്തി ഭാരതിയെ വിവാഹം ചെയ്തു. അതിൽ 3 കുട്ടികളുണ്ടായി. പക്ഷേ ചന്ദ്രമതി തമ്പുരാട്ടി ആ കൊട്ടാര വളപ്പ് വിട്ട് പോയില്ല. അവിടെ ഒരു ചെറിയ കുടില് കെട്ടി അതിൽ ഒരു സന്യാസിനിയെ പോലെ അവിടെ താമസിച്ചു. വയലാർ ഈ കൊച്ചുപെണ്ണിനെ വളരെ സ്നേഹിച്ചിരുന്നു. അദ്ദേഹം എഴുതിയിട്ടുണ്ട്, അന്നുമെന്നാത്മാവിൽ നിന്നോട് മന്ത്രിക്കും നിന്നെ ഞാൻ സ്നേഹിച്ചിരുന്നു. അങ്ങനെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ സ്നേഹബന്ധത്തിൻ്റെ കഥ. ഞാൻ അധികം നീട്ടുന്നില്ല. വയലാറിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ഈരേഴ് 14 ലോകങ്ങൾക്ക് ഈശ്വരനുണ്ടോ എന്നുള്ള ഗാനം ആലപിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഞങ്ങൾ നമിക്കുന്നു. ഈരേഴ് 14 ലോകങ്ങൾക്കും ഒരീശ്വരനുണ്ടോ? ഇല്ലയോ ഇല്ലയോ. പതിനാലു ലോകങ്ങൾക്കും ഒരീശ്വരനുണ്ടോ? ഇല്ലയോ ഇല്ലയോ. ഈരേഴു 14 ലോകങ്ങൾക്കും ഒരീശ്വരനുണ്ടോ? ഇല്ലയോ ഇല്ലയോ. ഉണ്ടായിരിക്കാം ഇല്ലായിരിക്കാം, കണ്ടിട്ടുള്ളവരില്ലല്ലോ കണ്ടിട്ടുള്ളവരില്ലല്ലോ. ഈരേഴു 14 ലോകങ്ങൾക്കും ഒരീശ്വരനുണ്ടോ? ഇല്ലയോ ഇല്ലയോ.
കൊണ്ടൊരു മണിമാളികയുണ്ടോ? അതിൽ മണ്ണിലെ മനുഷ്യന്റെ ജാതകം നോക്കുന്ന മാലകമാരുണ്ടോ? മാനം മീതെ മാണിക്യം കൊണ്ടൊരു മണിമാളികയുണ്ടോ? അതിൽ മണ്ണിലെ മനുഷ്യന്റെ ജാതകം നോക്കുന്ന മാലകമാരുണ്ടോ? ഉണ്ടായിരിക്കാം, കണ്ടിട്ടുള്ളവരില്ലല്ലോ. ഈ 14 ലോകങ്ങൾക്കും ഒരീശ്വരനുണ്ടോ? ഇല്ലയോ ഇല്ലയോ. മുത്തശ്ശിക്കഥയിലെ മരതകദ്വീപിൽ ചിത്രപതംഗങ്ങൾ ഭാവനകൾ കണ്ടുമയങ്ങിയ കാക്കപ്പൊന്നുകളല്ലോ മണ്ണിലെ ദൈവങ്ങൾ. മതങ്ങൾ കെട്ടിയുയർത്തിയ കോട്ടയിൽ മരണമടഞ്ഞവർ ദൈവങ്ങൾ. മനുഷ്യശക്തിയുണർന്നു, നൂതന മാനവധർമ്മമുണർന്നു, പുതിയൊരു ദൈവമുയർത്തെഴുന്നേറ്റു, യുഗങ്ങളെതിരേറ്റു. മനുഷ്യശക്തിയുണർന്നു, നൂതന മാനവധർമ്മമുണർന്നു, പുതിയൊരു ദൈവമുയർത്തെഴുന്നേറ്റു, യുഗങ്ങളെതിരേറ്റു. കാൽവരിയിൽ, ദ്വാരകയിൽ, കപിലവസ്തുവിൽ, മെക്കയിലാഹ പുതിയൊരു ഉലകം തളിരിട്ടു. പുരുഷ സൂക്തമുണർന്നു, പുതിയൊരു പുരുഷ സൂക്തമുണർന്നു, പുരുഷ സൂക്തമുണർന്നു, പുതിയൊരു പുരുഷ സൂക്തമുണർന്നു. മാറുക മാറുക മതങ്ങളെ, വഴിമാറുക മാറുക മതങ്ങളെ, മാറുക മാറുക മതങ്ങളെ, വഴിമാറുക മാറുക മതങ്ങളെ. മണ്ണിൽ സ്വർഗം പടുത്തുയർത്തിയ മനുഷ്യപുത്രനിതാ, മണ്ണിൽ സ്വർഗം പടുത്തുയർത്തിയ